നമ്മളറിയാതെ നമ്മുടെ പേരിൽ മറ്റാരെങ്കിലും സിം കാർഡ് എടുത്തിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കണ്ടെത്താനും തടയാനും സഹായിക്കുന്ന സർക്കാരിന്റെ പുതിയൊരു ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിനകത്ത് വന്നിട്ടുണ്ട്. 2025 ജനുവരിയിൽ റിലീസായ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാമല്ലോ, നമ്മുടെ പേരിൽ മറ്റാരെങ്കിലും സിം കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്ന തെറ്റുകുറ്റങ്ങൾക്കൊക്കെ നാളെ നമ്മൾ സമാധാനം പറയേണ്ടി വരും. ഈ പുതിയ ആപ്ലിക്കേഷനിലൂടെ നിങ്ങളുടെ പേരിൽ മറ്റാരെങ്കിലും സിം കാർഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താനും അതിൽ നിന്ന് തന്നെ ബ്ലോക്ക് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ട ആപ്ലിക്കേഷന്റെ ലിങ്ക് ഫേസ്ബുക്കിലുള്ളവർക്ക് കമന്റ് ബോക്സിലും യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ഓൺ ആയി കിട്ടും. സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോയാൽ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഈ ആപ്ലിക്കേഷന്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ആദ്യം തന്നെ ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷനാണ് വരിക. ഇതിൽ മലയാളം അടക്കം ഇന്ത്യയിലെ പല ലാംഗ്വേജും ലഭ്യമാണ്. നിങ്ങൾക്ക് ഏതാണ് സൗകര്യപ്രദം അത് ജസ്റ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് പ്രൊസീഡ് എന്ന് പറയുന്ന ബട്ടണിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് അല്പനേരം ഒന്ന് കാത്തിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. എക്സ്പ്ലോർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാവും, അതിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു SMS സെൻഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. പ്രൊസീഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് പ്രൊസീഡ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യാനുണ്ടാവും. അതും ക്ലിക്ക് ചെയ്താൽ രണ്ട് പെർമിഷൻ കൊടുക്കണം. ഒന്ന് കോൾ ആക്സസും പിന്നെ ഒന്ന് SMS ആക്സസും. രണ്ടും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേര് എഴുതേണ്ട ഓപ്ഷൻ വരും. നിങ്ങളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള പേര് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും കൊടുക്കാം. ഫസ്റ്റ് നെയിം നിർബന്ധമാണ്, അത് കൊടുത്തിട്ട് നിങ്ങളിത് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ പേരിലുള്ള സിം കാർഡ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആ സിം കാർഡിൽ ഒരു SMS അയക്കേണ്ട റീചാർജ് പ്ലാൻ ഉണ്ടായിരിക്കണം. അതായത് നിങ്ങളുടെ സിമ്മും ഒരു SMS അയക്കേണ്ട പ്ലാനും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് രജിസ്റ്റർ ചെയ്യാൻ പറ്റൂ. നിങ്ങളുടെ പേര് എഴുതിയിട്ട് ബട്ടണിലേക്ക് കൊടുക്കുക. അപ്പോൾ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ട ഓപ്ഷൻ വരും. ഇതുകൊണ്ടാണ് പറഞ്ഞത് SMS അയക്കേണ്ട ഓപ്ഷൻ വേണം. അങ്ങനെ SMS സെൻഡ് ചെയ്ത് കൊടുക്കുക. അല്പനേരം ഒന്ന് കാത്തിരുന്നാൽ നിങ്ങൾക്ക് ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഫോൺ നമ്പറിൽ രജിസ്റ്റർ ചെയ്ത് കിട്ടുന്നതാണ്. ഇവിടെ താഴെ സെക്കൻഡ് കാണിക്കും. നിങ്ങൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫോൺ നമ്പർ പോലും കൊടുക്കേണ്ട. ഓട്ടോമാറ്റിക്കലി എല്ലാം അതിൽ സക്സസ് ആയിട്ട് സെറ്റ് ആകുന്നതാണ്. ഇനി ഇതിനകത്ത് നിരവധി ഓപ്ഷൻ ഉണ്ട്, ഞാൻ അതൊന്നും പറയുന്നില്ല. ഇവിടെയുള്ള ഈ മൂന്നാമതുള്ള ഈ ഒരു ഓപ്ഷൻ, അതാണ് നമ്മുടെ പേരിൽ മറ്റൊരാളെ സിം കാർഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലാണ് കാണിക്കുക. ബാക്കിയുള്ള ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളുടെ പേരിൽ എത്ര സിം കാർഡ് ഉണ്ട് ഇതിൽ കാണാൻ സാധിക്കും. നിങ്ങളുടെ ആധാർ കാർഡ് ഉപയോഗിച്ച് എടുത്ത സിമ്മുകളാണിത്. ഇപ്പോൾ എൻ്റെ പേരിൽ 3 സിം കാർഡ് ഉണ്ട്, 3ഉം എൻ്റേത് തന്നെയാണ്. ഈ ലിസ്റ്റിൽ നിങ്ങളുടേതല്ലാത്ത ഫോൺ നമ്പർ കാണുന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ട് നമ്പർ കാണിച്ചു തരില്ല. ആദ്യത്തെ കുറച്ച് അക്ഷരം, നടുവിലത്തെ അക്ഷരം, അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റത്തെ 2 അക്കം, അങ്ങനെയൊക്കെയാണ് കാണിച്ചു തരിക. ഇതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ നമ്പർ ആണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഇനി ഈ ലിസ്റ്റിൽ നിങ്ങളുടേതല്ലാത്ത നമ്പറുകൾ കാണുന്നുണ്ടെങ്കിൽ ആ നമ്പർ ജസ്റ്റ് നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക. നിങ്ങളുടേതല്ലാത്ത നമ്പറിൻ്റെ ഇടതുഭാഗത്തുള്ള ആ കോളത്തിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ 3 ഓപ്ഷൻ വരും. അതിൽ നോട്ട് മൈ നമ്പർ എന്ന് പറയുന്ന ആദ്യത്തെ റെഡ് നിറത്തിലുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതാണ് നിങ്ങളുടെ നമ്പർ അല്ലെങ്കിൽ സെലക്ട് ചെയ്യേണ്ടത്. അതിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഓക്കെ കൊടുത്ത് നെക്സ്റ്റ് പേജ് പോകണം. എനിക്കിപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാൻ കഴിയില്ല, കാരണം എൻ്റെ നമ്പർ തന്നെയാണ് അത്. നിങ്ങളുടേതല്ലെങ്കിൽ അങ്ങനെ കൊടുത്ത് നെക്സ്റ്റ് പോകുന്ന സമയത്ത് റിപ്പോർട്ട് കൊടുക്കേണ്ട ഓപ്ഷൻ വരും. അങ്ങനെ നിങ്ങൾ റിപ്പോർട്ട് കൊടുത്താൽ നിങ്ങൾക്ക് 14 ദിവസം കൊണ്ട് നിങ്ങളുടെ പേരിൽ നിന്ന് ആ നമ്പർ റിമൂവ് ആകുന്നതാണ്. ഇനി നിങ്ങളുടെ നമ്പർ തന്നെ നിങ്ങൾ ഉപയോഗിക്കാതെ വെക്കുന്ന നമ്പർ ആണെങ്കിൽ, അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ, ഇവിടെ മൂന്നാമത്തെ ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. നോട്ട് റിക്വയർഡ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് പോയിട്ട് അത് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് നമ്മുടെ ഉപയോഗിക്കാത്ത നമ്പറും മറ്റൊരാൾ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ എടുത്താൽ നമുക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ പേരിൽ ഉള്ള സിം കാർഡുകൾ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ്, ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.